സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ വൺ ഓഫ് ദ സൈഡ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള നമ്മൾ ലീവൈൻ്റെ വൺ ഷോട്ട് മാങ്ങ ഇറങ്ങിയ കാര്യം നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. സോ ബാഡ് ബോയ് എന്ന ടൈറ്റിലിട്ട് ഈ ഒരു മാങ്ങേൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ടൈം ലൈൻ എന്ന് പറയാം. അതായത് നമ്മൾ ലീവൈ നമ്മൾ എർവിനെ മീറ്റ് ചെയ്യുന്നു സർവൈവ് കോംസിലും ചേരുന്ന മുമ്പത്തെ നമ്മൾ ലീവൈൻ്റെ ജീവിതം, അതായത് നമ്മൾ സീരിയസിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ലീവ് ഈ ഒരു അണ്ടർഗ്രൗണ്ടിലാണ് ഇത്ര കാലം ജീവിച്ചിട്ടുള്ള കാര്യമൊന്നും പറയുന്നത്. സോ അതാണ് നമ്മൾ ഈ ഒരു വൺ ഷോട്ട് മാങ്കിൽ പറയുന്നത് തന്നെ. കുറച്ച് പേർക്കെങ്കിലും അറ്റാക്ക് ഓൺ ടൈറ്റനിൽ എങ്ങനെ നമ്മൾ ലീവ് എർവിനെ മീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സർവൈവ് കോർപ്സ് ചേരുന്ന കാര്യങ്ങളെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ അറ്റാക്ക് ഓൺ ടൈറ്റനിലെ 8 എപ്പിസോഡോളം വരുന്ന ഒരു ഓവയുണ്ട്. സോ അത് നിങ്ങൾ വാച്ച് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ അറിയാൻ സാധിക്കും. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് കാണിക്കുന്നത് നമ്മൾ ലീവൈയും ലീവൈൻ്റെ അമ്മയായിട്ടുള്ള നമ്മുടെ അണ്ടർഗ്രൗണ്ടിലുള്ള മെമ്മറീസാണ് നമുക്ക് കാണിക്കുന്നത്. സോ നെക്സ്റ്റ് പേജായിട്ട് നമുക്ക് കാണിക്കുന്നത് നമ്മുടെ ലീവൈനെ ഒരാൾ ക്രൂരമായി മർദ്ദിക്കുകയാണ്. അടുത്തുള്ള ആൾ തന്നെ പറയുന്നത് നമ്മുടെ കെന്നി അക്രമനെ കണ്ണു വെച്ചിട്ടുള്ള പയ്യനാണ് ഈ ലീവൈ എന്ന് പറയുന്നത്. സോ ഇയാളൊന്നും അത് ചെവിക്കൊള്ളണേ ഇല്ല, മറിച്ച് അവനെ കൂടുതൽ മർദ്ദിച്ചിട്ട് ഇവനെ പിഗിനെ ഫീഡ് ചെയ്ത് കൊടുക്കാമെന്ന ഒരു ചിന്തയിലാണ് അയാൾ പറയുന്നത് തന്നെ. പിന്നെ അയാൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു അണ്ടർഗ്രൗണ്ടിലെ പ്രൊഡക്ട്സിൽ ആരെങ്കിലും കൈവച്ചാൽ ഈവൻ ഇഫ് എ ഗാങ്സ്റ്റർ ആയാലും കൂടി ആരും അയാൾ ഇനി ശ്രദ്ധ കൊടുക്കില്ല എന്നൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. സോ അവൻ ഇത്രയും തല്ലും തടിയും കൊണ്ട് ശേഷവും നമ്മൾ ലീവോയെ എണീച്ചിട്ട് പറയുന്നുണ്ട്. സോ അവന് എണീക്കാൻ കൂടി ആരുമില്ല, എന്നിട്ട് അവൻ എന്ത് പറയുന്നുണ്ട്, എനിക്ക് ആ സാധനം തിരിച്ചു വേണമെന്ന് പറയുന്നുണ്ട്. സോ അവൻ ഇത്ര നേരം സപ്പോർട്ടായിട്ടുള്ള ആൾ പറയാണ്. സോ അവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾ തന്നെ പറയാം, അവൻ ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത് നിന്ന ആൾ തന്നെ പറയാണ്, ഇത് നിൻ്റെ സ്വന്തമൊന്നുമല്ല, മറിച്ച് നിൻ്റെ അമ്മ ട്രീറ്റ്മെൻറ്റിനും അതുപോലെ തന്നെ ഫുഡിന് വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിൽ കൊടുത്താണ്. എന്നിട്ട് ആ ഒരു ഷോപ്പ് കീപ്പർ ഈ ഒരു സാധനത്തിൻ്റെ മൂല്യം അറിഞ്ഞിട്ട് ഈ ഒരു അണ്ടർഗ്രൗണ്ടിൽ നിന്ന് നേരെ നമ്മുടെ ഈ വാളുള്ള സ്ഥലത്തേക്ക് സർഫസിലേക്ക് കൊണ്ടുപോവുകയാണ്. സോ ആ ഒരു കാട്ടിൽ നിന്നാണ് നമ്മൾ ലീവായി ഈ ഒരു സാധനം മോഷ്ടിക്കാൻ നോക്കിയതും പിടിക്കപ്പെടുന്നതും. സോ നമ്മൾ ലീവൈന് ഇതുവരെ മർദ്ദിച്ച ആൾ അവനെ മർദ്ദിക്കുന്നത് നിർത്തിയിട്ട് മറിച്ച് അവനെ വിറ്റാലോ എന്നൊരു ചിന്തയിലെത്തുകയാണ്. സോ ഇവൻ്റെ അമ്മേനെ പോലെ സെയിം ജോബ് തന്നെ ഇവനും ചെയ്യാൻ സാധിച്ചാലോ എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്കൊരു ഹിൻഡ് ചെയ്യുന്നുണ്ട്, ലീവൈൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയുന്നുണ്ട്. സോ ഇതങ്ങ് കേൾക്കാൻ നമ്മളെ ലീവൈ നേരെ അയാളെ മർദ്ദിക്കുന്നുണ്ട്, ഒരുമാതിരി മർദ്ദിക്കുന്നുണ്ട്. സോ അതുപോലെ നമുക്ക് അവനെ തിരിച്ചും കിട്ടുന്നുണ്ട്. സോ അയാൾ അങ്ങനെ വെറുതെ വിടുമോ, ഇവനെ നേരത്തെ അടിച്ചതിനെക്കാട്ടി ഒരുമാതിരി മർദ്ദിക്കായിരുന്നു. സോ ആ ഒരു എക്സാക്ട് ടൈം ഈ മർദ്ദിക്കേണ്ട ടൈമിൽ തന്നെ ലീവൈക്ക് മനസ്സിലായി ഇനി അവൻ്റെ അമ്മേൻ്റെ ബിലോങ്സ് അവന് തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു എക്സാക്ട് പോയിന്റിൽ തന്നെ ലീവൈ അവൈക്കണം ചെയ്യാണ്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ മിക്കാസ ചെയ്ത പോലെ തന്നെ ഈ അക്രമൈൻ ബ്ലഡ് ലൈനിലുള്ളവർക്ക് ഒരു അവൈക്കണം ഉള്ളതുപോലെ. പിന്നെ കാണിക്കുന്ന പാനൽ ഒരുമാതിരി സീനാണ്. ഇവൻ അങ്ങ് വീണ് കിടക്കണ അവൻ നേരെ എണീറ്റ് വന്നിട്ട് അത് നോക്കുമ്പോൾ അടുത്തത് നമുക്ക് കാണിക്കാം അവൻ്റെ ഫേസ് തന്നെ ഇവൻ പറിച്ചെടുത്തിട്ടുണ്ടാവും. പിന്നെയുള്ളത് ഒരുമാതിരി ഫൈറ്റാണ്. ഇവിടെയുള്ള എല്ലാവരും നമ്മൾ ലീവൈ ബ്രൂട്ടലായിട്ട് തന്നെ കൊന്നുകളയാണ്. എക്സെപ്റ്റ് ആ ഒരു നല്ല ഒരു മനുഷ്യനെ ഒഴിച്ചിട്ട് അവൻ ബാക്കിയുള്ള എല്ലാവരും കൊന്നുകളയാണ്. സോ ഇവൻ ചെയ്തു കൂട്ടുന്നൊക്കെ കണ്ടിട്ട് ഇയാൾ മോനെ അങ്ങൾ പവല്ലേ അങ്ങളൊന്നും ചെയ്തില്ല, അങ്ങൾ മോനെ രക്ഷിക്കാൻ നോക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്നൊക്കെ ഒരുമാതിരിയായി. സോ എന്നിട്ട് നമ്മൾ ലീവൈ ഇവനെ വെറുതെ വിടുന്നുണ്ട്. എന്നിട്ട് ഇയാൾ ചെന്നിട്ട് ഈ ലീവൈൻ്റെ അമ്മേൻ്റെ ബിലോങ്സിൽ പെട്ടുള്ള ഈ ഒരു ക്രസ്റ്റ് അവനെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, സാധനമൊക്കെ കൈ കിട്ടി. അപ്പം തന്നെ ഇയാളെ വെറുതെ വിടുമെന്ന് വിചാരിച്ച് അപ്പം തന്നെ അയാളെ പിടിച്ച് വലിച്ചെറിയാണ് നമ്മൾ ലീവായി. അതിനുശേഷം ഒരു പർട്ടിക്കുലർ പാനൽ കാണിക്കുന്നത് നമ്മുടെ ലീവൈൻ്റെ അതുപോലെ തന്നെ നമ്മുടെ കെന്നിൻ്റെയും ലാസ്റ്റ് ഫെയർവെൽ എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന്. പിന്നെ അതിനുശേഷം നമുക്ക് കാണിക്കുന്നത് നമ്മൾ ലീവായി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ആ ഒരു ക്രസ്റ്റ് എന്താണെന്ന് തുറന്നു നോക്കുമ്പോൾ ഇവൻ്റെ അമ്മ പണ്ട് യൂസ് ചെയ്തിരുന്ന അതേ ടീപ്പോട്ടും കുറച്ച് കപ്പുകൾ മാത്രമാണ്. സോ ഇവൻ്റെ അമ്മ ചായ എടുത്ത അതേ ഓർമ്മയിൽ ഇവന് ടീ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഇവൻ ആ ഒരു ഹാൻഡിൽ പിടിക്കുന്ന ടൈമിൽ ആ ഹാൻഡിൽ കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ താഴെ വീണ് പൊട്ടുകയാണ്. അതിൽ ലീവ എങ്ങനെയാണ് പറയേണ്ടത്, കാരണം അന്ന് ഞാൻ എടുത്ത ബോവാണ്, ഒരിക്കലും ഞാൻ ഒരു കപ്പിൻ്റെ ഹാൻഡിൽ പിടിക്കില്ല എന്ന്. ലാസ്റ്റ് പാനലായി കാണിക്കുന്നത് നമ്മൾ ലീവായി അതുപോലെ തന്നെ ഗാബി ഫാൽക്കോ ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. സോ ആ ഒരു ഡിസ്കഷനിൽ ഈ ചോദ്യം വന്ന ശേഷമായിരിക്കും നമ്മൾ ലീവായി ഈ ഒരു കപ്പ് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റോറി എന്നെ പറഞ്ഞു കൊടുക്കുന്നത്. സോ നമ്മുടെ ലീവൈൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് ഈ ഒരു സ്റ്റോറി എന്നെ ഈ ഒരു വൺ ഷോട്ട് മാങ്ങ എന്നെ പറഞ്ഞു പോകുന്നത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ലീവൈൻ്റെ വൺ ഷോട്ട് മാങ്ങ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു.